നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലെ ആദ്യത്തെ ലെഗിനെ കുറിച്ചിട്ടാണ്. PSG വേഴ്സസ് ബയൺ മത്സരമായിരുന്നു ഏറ്റവും നല്ലൊരു എന്റർടൈനർ ആയിട്ട് മാറിയ ഒരു മത്സരം. 5-4 എന്നുള്ള സ്കോർ ലൈനിൽ വിജയിച്ച് കയറിയിട്ടുണ്ട് PSG. സെക്കൻഡ് ലെഗിനായിട്ട് നെക്സ്റ്റ് വീക്ക് വരെ കാത്തിരിക്കണം. പക്ഷേ ഇന്നലത്തെ ഗെയിം എന്ന് പറയുന്നത് അത്രയും ത്രസിപ്പിക്കുന്ന ഒരു ഗെയിമായിരുന്നു. ഒരുപാട് ടാക്ടിക്കൽ ഇൻസൈറ്റ്സും ഉള്ളൊരു ഗെയിമായിരുന്നു. അതിനാൽ തന്നെ നമുക്കത് വിലയിരുത്താനും അനലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. മത്സരത്തിന് മുന്നേ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും ഇതെന്നുള്ളത്. രണ്ട് ടീമും ഓൾ ഇൻ ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പോകുന്നത് അറ്റാക്കിങ്ങിനായാലും ഡിഫെൻഡിങ്ങിനായാലും പോകുന്നുള്ളൊരു കാര്യം ഉറപ്പായിരുന്നു. കാരണം രണ്ട് ടീമുകളുടെ രണ്ട് മാനേജേഴ്സിൻ്റെയും ശൈലി നോക്കിക്കഴിഞ്ഞാൽ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന മാനേജേഴ്സാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കാൻ താല്പര്യപ്പെടുന്ന മാനേജേഴ്സ്. സോ ഈ ഒരു ഏറ്റുമുട്ടൽ അതിനാൽ തന്നെ ഏറ്റവും അധികം എക്സൈറ്റിംഗ് ആയിരുന്നു. മൊത്തത്തിൽ ഗെയിമിലെടുത്ത് പറയുമ്പോൾ PSG പ്രസ്സിങ്ങിനെ കുറിച്ച് തന്നെ സംസാരിക്കണം ആദ്യം. കാരണം അത്രയും അഗ്രസീവ് ആയിട്ടുള്ള പ്രസ്സിങ് ശൈലിയായിരുന്നു. അവരൊരു സിസ്റ്റം എന്ന് പറയുന്നത് മാൻ ടു മാൻ സിസ്റ്റം ഓൾ ഓവർ ദ പിച്ച് പോയിരുന്ന ഒരു പരിപാടിയായിരുന്നു. ഇത് ആർക്കെതിരെയാണ് വരുന്നത്? പൊസിഷൻ റൊട്ടേഷൻസ് ഒരുപാടധികം ചെയ്യുന്ന ബയണിനെതിരെ. സോ പല സാഹചര്യങ്ങളിലും നമ്മൾ ഒലീസയൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഡീപ്പായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ മെൻഡസൊക്കെ സെൻട്രൽ സോണിൽ ഡീപ്പായിട്ട് സെൻറ്റർ ബാക്സിൻ്റെ നടുക്കൊക്കെ പ്രസ് ചെയ്യാൻ പോയിരുന്നു. സോ അങ്ങനത്തെ ഒരുപാട് അൺയൂഷ്വൽ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല PSG ഷേപ്പിൽ നിന്നിട്ട് തന്നെ. എൻട്രിക്കയുടെ ബ്രെയിൻസ് സോർട്ട് ഔട്ട് ചെയ്തിരുന്നു. കാരണം ഒരു മിഡ്ഫീൽഡറിനെ ഓപ്പോസിഷൻ ഫുൾ ബാക്കിനെ മാർക്ക് ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെടുത്തി കൊടുക്കുന്നു. ബയണിന്റെ ഫുൾ ബാക്ക് ആയിട്ടുള്ള സ്റ്റാനിസിച്ചിനെ മാർക്ക് ചെയ്യാനായിട്ട് എമിറിനെ ഉത്തരവാദിത്തപ്പെടുത്തി കൊടുക്കും. ഇത് എന്തുകൊണ്ടായിരുന്നു? സ്റ്റാനിസിച്ച് പലപ്പോഴും മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്, അല്ലെങ്കിൽ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അത് മാത്രമല്ല ഓപ്പോസിഷൻ ഫുൾ ബാക്കിനെ സ്വന്തം ഫുൾ ബാക്ക് വെച്ച് കമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒലീസയ്ക്ക് വേറൊരു ഡിഫൻഡറായിട്ട് 1v1s വരും. ഒലീസയും മെൻഡസും തമ്മിൽ 1v1s വരാനും കൂടിയായിരുന്നു ഇങ്ങനൊരു അപ്രോച്ച് ഉണ്ടായിരുന്നു. ഒലീസ ആ ബാറ്റിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷെ എന്നിരുന്നാലും കുറച്ചുകൂടെ ഡിഫെൻസീവ് ആയിട്ടുള്ള സോളിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. ഒരു ഇൻവേർട്ട് ചെയ്യുന്ന ഫുൾ ബാക്ക് സ്വന്തം സോണിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു മിഡ്ഫീൽഡർ എന്ന രീതിക്ക് അത് കാര്യങ്ങൾ എളുപ്പമാക്കും. കാരണം സ്വന്തം സോണുകളിലാണ് ഡിഫെൻഡ് ചെയ്യുന്ന വരുന്നത്. മാർക്ക് ചെയ്യുന്നതായാലും മിഡ്ഫീൽഡിലായിരിക്കും, സെൻട്രൽ ചാനലുകളിലായിരിക്കും കൂടുതൽ മാർക്കിംഗ് പരിപാടികൾ വരാം. PSG ആകട്ടെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഇങ്ങനെയാണെങ്കിൽ റൈറ്റ് ഫ്ലാങ്കിൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു. അൽഫോൻസോ ഡേവിസിനെതിരെ ഹക്കീമിയായിരുന്നു മാർക്ക് ചെയ്തിരുന്നത്. ഇതുകൊണ്ട് തന്നെ മാർക്കിന്യോസ് പലപ്പോഴും ഡ്രിഫ്റ്റ് ഔട്ട് ചെയ്തിട്ട് വൈഡർ ചാനലിലേക്ക് പോവേണ്ടി വന്ന ലൂയിസ് ഡിയാസിനെതിരെ കമ്പീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റർ ബാക്ക് പുറത്ത് സോണിലേക്ക് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നല്ല രീതിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 6 ഉണ്ടാവുക എന്നുള്ളത്. കാരണം ആ ഒരു സ്പേസ് കവർ ചെയ്യാനുള്ള ഒരു പ്ലെയർ വേണം. സെൻട്രൽ ആയിട്ടുള്ള സോണുകളിൽ ചിലപ്പോൾ നമ്പർ 9 ഡ്രോപ്പ് ചെയ്യും, നമ്പർ 10 ഡ്രോപ്പ് ചെയ്യും. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ മാർക്ക് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ കൂടി വേണം. ആ ഒരു ജോലി ഇന്നലെ ജാവനേഴ്സ് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടായിരുന്നു. അത് നിർവഹിക്കാത്തപ്പോഴൊക്കെ ബയണിന് സ്പേസും കിട്ടുന്നുണ്ടായിരുന്നു. ഒരുപാട് ലോങ് ബോളുകൾ സെൻട്രൽ ആയിട്ടുള്ള ചാനലുകളിലേക്കും ലെഫ്റ്റ് ഹാഫ് സ്പേസ് ചാനലിലേക്കും ബയൺ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. നോയറിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം എത്രത്തോളം ലോങ് ബോൾസ് നോയർ ഇന്നലെ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഈ ഒരു ലോങ് പോകുന്നത് ഡയറക്റ്റ്ലി സക്സസ്ഫുൾ ആയില്ലെങ്കിൽ പോലും ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്ത് വന്ന് ഡീപ്പിൽ നിന്നിട്ട് പിക്ക് ചെയ്തിട്ട് ലോങ് കൊടുത്തൊരു ബോളിൽ നിന്നിട്ടാണ് അവിടെ ഗോൾ വീഴുന്നത്. ലൂയിസ് ഡിയാസും മാർക്കിന്യോസും ആയിരുന്നു ആ ഒരു ഡ്യുവൽ ഉണ്ടായിരുന്നത്. അത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടച്ചിൽ എടുത്തുകൊണ്ട് ഫിനിഷ് ചെയ്ത് തന്നെയാണ്. പക്ഷേ ആ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ബയൺ ആ ഗോളിലൂടെയും സാധിക്കുന്നുണ്ടായിരുന്നു. PSG നേടിയ ഗോളുകൾ നിങ്ങൾ PSG പ്രസ്സിങ്ങിൻ്റെ ഗുണം കണ്ടറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഡെംബലയൊക്കെ പോയി പ്രസ് ചെയ്തതിൻ്റെ ഗുണമായിട്ട് വരുന്ന ത്രോയിൽ നിന്നാണ് ആ ഒരു ഗോളൊക്കെ അവർക്ക് സംഭവിക്കുന്നത്. ഇതോടൊപ്പം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ബാക്കിൽ നിന്ന് പ്ലേ ഔട്ടും ചെയ്യുമ്പോൾ മാത്രമായിരുന്നില്ല PSG ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്രസ്സിങ് നമ്മൾ കണ്ടിരുന്നത്. ഒരു മിഡ് ബ്ലോക്കിൽ ഇരിക്കുമ്പോൾ പോലും അണ്ടർനീത്ത് വന്നിട്ട് പ്രഷർ കൊടുക്കാനും അവിടെ നിന്ന് ടേൺ ഓവേഴ്സ് എടുക്കാനായിട്ട് PSG സാധിച്ചിരുന്നു. അതിൽ വലിയൊരു പങ്ക് ഈ ഡെംബലേക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു നമ്പർ 9 റോളിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഡീപ്പായി വന്നിട്ട് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് പലപ്പോഴും നമ്മളെ തന്നെ ഡീപ്പായിട്ടുള്ള സാഹചര്യങ്ങൾ എത്തിപ്പെടുത്തിക്കും. ഇത് നമുക്ക് ടേൺ ഓവേഴ്സ് കിട്ടുമ്പോൾ പലപ്പോഴും പ്രശ്നമായിരുന്നു. കാരണം എന്താ, ചിലപ്പോൾ ഇൻവേർട്ട് ചെയ്യാൻ പറ്റാത്ത വിങ്ങേഴ്സ് ആയിരിക്കും നമ്മുടെ ടീമിലുണ്ടാകുന്നത്. പക്ഷേ PSG കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. ഡെംബലെ വന്നിട്ട് ആ ഒരു പ്രസ്സിനെ ഹെൽപ്പ് ചെയ്തിട്ട് മിഡ്ഫീൽഡ് സോണിലാണ് അല്ലെങ്കിൽ മിഡ്ഫീൽഡ് ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ ടേൺ ഓവറിൻ്റെ സമയത്ത് ഡെസറഡുവെ സെൻട്രലായിട്ടുള്ള റോള് ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ താൽക്കാലികമായിട്ട് ആ ഒരു പൊസിഷൻ റൊട്ടേഷൻ നടക്കുകയും സെൻട്രൽ ചാനലിൽ ഡ്യുവ വന്ന് വരുമ്പോൾ ഡെംബലെ വൈഡിലേക്ക് ഡ്രിഫ്റ്റ് ഔട്ട് ചെയ്യും. പിന്നെ ആ ഒരു മിഡ് ബ്ലോക്കിലേക്ക് ഇരിക്കുമ്പോൾ PSG തങ്ങളുടെ മിഡ്ഫീൽഡേഴ്സിനെ പുറത്തേക്ക് വലിച്ചിടുന്നുണ്ടായിരുന്നു. ഇത് ഹക്കീമിയെ ഓപ്പോസിറ്റ് സൈഡിൽ പുഷ് അപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചു. പക്ഷേ അറ്റാക്കിങ്ങിൽ ഗുണമുള്ള പോലെ തന്നെ ഡിഫെൻഡിങ്ങിൽ അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ട്രാൻസിഷൻസ് വരുമ്പോൾ
ഒരുപാട് വെള്ളം കുടിച്ചു PSG. ഈ പറയുന്ന ലൂയിസ് ഡിയാസിലൂടെയായിരുന്നു ബയേൺ അവരുടെ എക്സ്പ്ലോസീവ്നെസ് ട്രാൻസിഷനിൽ അടിച്ചിരുന്നത്. ആ ഒരു ഗോൾ വരാനും കാരണം അങ്ങനെ ഒരു പാറ്റേൺ ആയിരുന്നു. അതിന് മുന്നും സെയിം പാറ്റേൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. മാർക്കീനിയസിന് യെല്ലോ കിട്ടിയത്. ഈ പ്ലേയേഴ്സിനെ പുഷ് ചെയ്തിട്ടുള്ള പ്രശ്നം PSG മാത്രമല്ല കേട്ടോ, ബയേണിനും ഉണ്ടായിരുന്നു. കാരണം ഫുൾ ബാക്കിനെ പുഷ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പേസസ് ട്രാൻസിഷനിൽ ഓപ്പൺ ആവും, പ്രത്യേകിച്ച് കൗണ്ടർ പ്രസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ ചാൻസസ് PSG ഒരുപാടുണ്ടായിരുന്നു. അൽഫോൺസോ ഡേവിസ് ഒക്കെ ആ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഫുൾ ബാക്ക് പൊസിഷനിൽ വന്ന് നിൽക്കുമ്പോൾ ഹാഫ് സ്പേസിലേക്ക് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ടേൺ ഓവർ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെംബലേക്കൊക്കെ ഇൻ ബിഹൈൻഡ് റൺ എടുക്കാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആ ഒരു റൈറ്റ് ഫ്ലാങ്കിലൊക്കെ പ്ലേയേഴ്സിനെ കമ്മിറ്റ് ചെയ്ത സ്പേസുകളിൽ നിന്നിട്ട്. PSG പറയുന്ന പോലെ മാൻ ടു മാൻ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ഫ്ലോസും ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും സ്പേസസ് ഓപ്പൺ ആക്കാനായിട്ട് ഒരുപാട് എളുപ്പമാണ് മാൻ ടു മാൻ സിസ്റ്റത്തിൽ. കറക്റ്റ് ടൈമിങ്ങും റൺസ് ഇൻ ബിഹൈൻഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഒലീസെ ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ മെൻഡസ് പലപ്പോഴും ഡ്രോപ്പ് ചെയ്തിട്ട് ഇൻ ബിഹൈൻഡ് സ്പേസ് ലീവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് PSG ഒരു ഹൈ ലൈൻ കൂടി കളിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പ്രശ്നം കൂടിയായിരുന്നു. പക്ഷേ ആ ഒരു സംഭവത്തിലേക്ക് സ്പേസിലേക്ക് പ്ലേ ചെയ്തിട്ടും എനിക്ക് തോന്നി ഒരു റോങ് പ്രൊഫൈൽ അറ്റ് ദ റോങ് പ്ലേസ് എന്ന് പറയുന്ന പോലെ സ്റ്റാനിസിച്ചിന് 2-3 അവസരങ്ങൾ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ബയേൺ ഇന്നലെ സാധിച്ചില്ല. ബയേൺ ഇന്നലെ നല്ല ഇൻറ്റൻസിറ്റിയിലാണ് പ്രസ് ചെയ്തത്, പക്ഷെ സൂപ്പർ അഗ്രസീവ് ഒന്നും ആയിരുന്നില്ല അവർ. പക്ഷെ അവരുടെ ഗുണം എന്തായിരുന്നു പറഞ്ഞാൽ അവർ വെൽ ഡിസിപ്ലിൻഡ് ആയിരുന്നു. ഡിസ്റ്റൻസസ് പ്ലേയേഴ്സ് തമ്മിലുള്ളത് പക്കായിരുന്നു. ഈ ഒരു പൊസിഷൻ റൊട്ടേഷൻസിനെയൊക്കെ മാനൂവർ ചെയ്തിട്ട് പാസ് ഓൺ ചെയ്തിട്ട് പ്ലേസിന് കൊടുക്കാനായിട്ട് ലൂയിസ് ഡിയാസിനും അല്ലെങ്കിൽ ഫുൾ ബാക്സിനൊക്കെ സാധിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും ഇതായിരുന്നില്ല കേസ്. കാരണം ഇത് സാധിക്കാതെ വന്നപ്പോൾ PSG അവരെ നല്ലപോലെ ഹേർട്ട് ചെയ്തു. ആ ഒരു 4ാമത്തെ ഗോളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, പൊസിഷൻ റൊട്ടേഷൻ വരുന്നു, ഡുവെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ ഫുൾ ബാക്കിന് ഇൻ ബിഹൈൻഡ് സ്പേസുകൾ കിട്ടുകയാണ്. ഹക്കീമെ ആ സ്പേസ് അറ്റാക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അതുമാത്രമല്ല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്ലെയർ ഇന്നലെ ഒരുപാട് ഇമ്പാക്ട് ചെയ്തിട്ടൊരു ഗെയിമായിരുന്നു ഫസ്റ്റ് ലെഗ് ഓഫ് ചാമ്പ്യൻസ് ലീഗ് എന്നുള്ളത്. ഇത് മാൻ ടു മാൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും റിസ്കി ആയിട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം ഓൾ ഓഫ് ദ പിച്ച് 1v1s ആണ്. ആ 1v1s ബീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒപ്പോസിഷൻ വളരെയധികം ബുദ്ധിമുട്ടും റിക്കവർ ചെയ്യാനും സ്പേസ് ഡിഫെൻഡ് ചെയ്യാനൊക്കെ. ബയേണിനെ സംബന്ധിച്ചിട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡെസിറേ ഡുവെ ഈ ലെഫ്റ്റ് ഹാൻഡ് ചാനലിലേക്ക് വന്നു ചേരുമ്പോൾ, ഈ ലെഫ്റ്റ് ഹാൻഡ് ചാനലിലാണ് PSG കുറച്ചുകൂടെ അറ്റാക്സ് ലോഡ് ചെയ്തിരുന്നത്. പക്ഷേ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഒക്കെ തന്നെയായിരുന്നു. ഈ ഡെസിറേ ഡുവെ ഈ ചാനലിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആ പ്രസ് ബാക്കപ്പ് ചെയ്തില്ലെങ്കിൽ അവിടെ റിസീവ് ചെയ്തിട്ട് പ്ലേ ചെയ്യാൻ ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഡുവെക്ക് സാധിച്ചു. ഇത് പ്ലസ് ഡെംബേലെ, കവറസ്കേലിയ എന്നിവരുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൂടി ആകുമ്പോൾ ഭയങ്കരമായിട്ട് ത്രെറ്റനിങ് ആയിട്ട് PSG മാറി. ഇതോടൊപ്പം തന്നെ ഡിഫൻസ് നല്ലപോലെ സ്ട്രെച്ച്ഡ് ആവാനും സാധ്യതകൾ കൂടുതലാണ്. കാരണം പല പ്ലേയേഴ്സിൻ്റെ പൊസിഷനിങ് അനുസരിച്ച് പ്ലേയേഴ്സ് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ പ്ലേയേഴ്സ് കൂടും. എനിക്ക് തോന്നുന്നു ഫെയർ ആയിട്ടുള്ള ഒരു റിസൾട്ട് 5-5 ആയനെ എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. കാരണം ബയേൺ അത് ഡിസേർവിങ് ആയിരുന്നു. അത്രയും അറ്റാക്കിംഗ് ത്രെറ്റ് അവർക്ക് കൊടുക്കാനും സാധിച്ചു. XGയിലും ബയേൺ ഇന്നലെ PSG മുകളിൽ തന്നെയായിരുന്നു. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അവരെ ഹൈ ഇൻറ്റൻസിറ്റി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രസ്സൊക്കെ അവർക്ക് ഒരുപാട് ടേൺ ഓവേഴ്സ് കൊടുത്തിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് നല്ല ബിഗ് ചാൻസസ് ഉണ്ടായിരുന്നു. ഒലീസയ്ക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ വൻ ത്രെറ്റനിങ് ആയിരുന്നു. ഈവൻ ഇൻസൈഡ് ഹാഫ് ചാനലിലേക്കോ അല്ലെങ്കിൽ സോൺ 14 ഓക്യുപ്പൈ ചെയ്യുമ്പോൾ അത്രയധികം ത്രെറ്റനിങ് ആയിരുന്നു. അങ്ങനെയാണ് ആ ഗോള് വരുന്നതും. ഈ സ്റ്റാനിസിച്ച് നമ്മൾ പറഞ്ഞു മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യുന്ന പ്ലെയർ ആണെന്ന് പറഞ്ഞു. പക്ഷേ പല സാഹചര്യങ്ങളിലും വിത്ത് വേണ്ടപ്പോൾ സ്റ്റാനിസിന് വിത്ത് കൊടുക്കാനായിട്ടും സാധിച്ചിരുന്നു. ഇത് ഒലീസയ്ക്ക് ഉള്ളിലേക്ക് പോകാനും അവിടെ നിന്നിട്ട് ഷോട്ട്സ് എടുക്കാനും അല്ലെങ്കിൽ ത്രൂ ബോൾസ് പ്ലേ ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചു. ഹാരിക്കനൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനെ ഒരു ബിഗ് മാച്ചിൽ അത്രയും സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഡ്രോപ്പ് ചെയ്തിട്ട് വന്നിട്ട് പ്ലേസ് ഹോൾഡ് ചെയ്യാനായാലും ലിങ്ക് ചെയ്യാനും. ഈവൻ ലൂയിസ് ഡിയാസിന് സ്കോർ ചെയ്ത ഗോളിലും ആ ബോൾ ഫീഡ് ചെയ്യുന്നത് ഹാരിക്കെയിനാണ്. സോ ബയേണിന് ഒട്ടും കുറച്ച് കാണാനായിട്ട് കഴിയില്ല. അടുത്തൊരു ലെഗ് വരുന്നുണ്ട്, ഒറ്റ ഗോളിന് മാത്രമാണ് വ്യത്യാസമുള്ളത്. എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. തരുന്ന സപ്പോർട്ട്സിന് ഒരുപാട് നന്ദി. അനാലിസിസ് ഇഷ്ടമാവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും അടുത്ത വീഡിയോ അത്ലറ്റിക്കോ ആർസണൽ വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Have a good time. Bye-bye.